ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായ കുറച്ച് ഐറ്റംസുകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, കാന്താരി മുളകാണ് കേട്ടോ. അപ്പോൾ ഒരു കാന്താരി മുളക് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു കാന്താരിയുടെ ഒരു തൈയൊക്കെ നമുക്ക് നട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അങ്ങനെ അതിൽ കാന്താരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഈ ഒരു വേപ്പിൻ തൈയാണ് കേട്ടോ. അതായത് വേപ്പിൻ തൈ പിടിക്കാനായിട്ട് നല്ല പാടാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ വേപ്പിൻ തൈ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ശാഖകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേപ്പിൽ. അങ്ങനെ അത്യാവശ്യത്തിനൊരു വേപ്പിൻ തൈയും ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതിൻ്റെ ഇലകളൊക്കെ വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റുകളാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് ഇവിടെ വേറൊരു മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ മുളക് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്നതാണ്. ഉണ്ടമുളക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ കറികളിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നൊരു മുളകാണ് ഈ ഒരു മുളക് കേട്ടോ. ആ ഒറ്റ തൈയിൽ തന്നെ ഒത്തിരി മുളകുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ വിത്തായിട്ട് പാവാനായിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നമുക്കിത് നട്ടാലാണ് അടുത്ത തൈ ഉണ്ടാവുള്ളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കറിയിലേക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞി ഒരു അടുക്കളത്തോട്ടം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ നട്ട് വളർത്തുന്നത് ഒരു നല്ല ഐഡിയ ആണല്ലോ.